അതെ, കാക്കനാട് സീപോർട്ട് എയർപോർട്ടിന് തൊട്ടടുത്ത് വരുന്ന ഈ ഒരു വീട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് കേട്ടോ. കാരണം ഭംഗിയുള്ള ക്യൂട്ടായ ഒരു വീടാണ്. ലൊക്കേഷൻ അതിന് ഇമ്പോർട്ടന്റ് ആണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. നിങ്ങൾക്ക് ഇവിടെ 2 വീടുകൾ സെയിലിനായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തടുത്തായിട്ട് വരുന്ന കോമ്പൗണ്ടുകളിൽ 2 വീടുകളാണ് സെയിലിനായിട്ടുള്ളത്. ഭംഗിയുള്ള എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ അടുത്തടുത്തായിട്ടുള്ള കോമ്പൗണ്ടുകളിൽ 2 വീടുകളാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. കാക്കനാട് വ്യവസായ മേഖല എല്ലാവർക്കും അറിയാം. സെസ് അവിടേക്ക് നമുക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളക്ടറേറ്റിലേക്ക് 3.2 കിലോമീറ്റർ. ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 3.7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 6.5 കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് 6 കിലോമീറ്ററും ആണ്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് വെറും 45 മിനിറ്റ്സ് കൊണ്ട് എത്താം. 26 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. സിമ്പിൾ ആൻഡ് ഭംഗിയായിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് തന്നെയാണെങ്കിലും ചെറിയൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൂടി വരുന്നത് വീടിന്റെ ഒരു ഭംഗി കൂട്ടുകയാണ്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എലിവേഷൻ ഷേപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയ ഡിസൈനിലാണ് മതിൽ വരുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ 2 കാറുകൾ സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വെള്ളത്തിനായിട്ട് നമുക്ക് ഇവിടെ വെല്ലാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഈ ഒരു ഭാഗത്തൂടെ വീടിന് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് വീടിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടിയൊക്കെ വെക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ ചെല്ലുന്നത് വർക്ക് ഏരിയയുടെ ആ ഒരു പോർഷനിലേക്കാണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വിൻഡോസും ഡോറും കിട്ടുന്നുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്, കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ആഞ്ഞിലയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാവുന്നതാണ്. 14-10 ഫീറ്റിലാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. നല്ല ലെങ്ത് ആൻഡ് വിത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഈ ഒരു വോള് കാണാം. ഇതുപോലെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. എൻട്രൻസ് ഒക്കെ വളരെ വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 13.5 അടി നീളവും 10 അടി വീതിയുമുള്ള ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സിമ്പിൾ ആയിട്ട് നല്ലൊരു ഡിസൈനിലാണ് ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലെല്ലാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 4 വിൻഡോസ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുകൂടാതെ സ്റ്റെയർ കേസിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്കിയുള്ള 2 വിൻഡോസ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള പോർഷനിൽ ഇൻവെർട്ടർ ഉള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വിൻഡോസിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗുവാറിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് പാനലിംഗ് ചെയ്തിട്ട് മിററും ഷെൽഫ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെങ്കിൽ ഹാവൽസിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ബാക്കി വരുന്ന ഏരിയയിലെ റൂഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് LED സ്ട്രിപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് താഴെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു മോഡലിലാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നേരെ വരുമ്പോൾ തന്നെ വൈറ്റ് കളറിൽ ഭംഗിയായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡിൽ ഗ്ലോസി ആയിട്ടാണ് ബാത്റൂം ടൈല് ചെയ്തിരിക്കുന്നത്. കുറച്ച് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. വെള്ളമൊന്നും പുറത്തേക്ക് വരില്ല. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ്. എൻട്രൻസ് നോക്കിയാൽ ഭംഗിയായിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്.
2 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. എൻട്രൻസ് ഫുൾ ആയിട്ട് തന്നെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വളരെ സ്പേഷ്യസ് തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫാബറിന്റെ ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനടുത്തായിട്ട് തന്നെയാണ് വിൻഡോസും കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് ചെറുതായിട്ട് LED സ്ട്രിപ്പും ഒരു ബൾബുമാണ് അവിടെ വരുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ ബാക്കിലുള്ള ഏരിയ കവർ ചെയ്തിട്ട് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. റൂഫും സൈഡും എല്ലാം കവർ ചെയ്ത് ഡോർ വെച്ച് സേഫ് ആയിട്ടൊരു വർക്ക് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇവിടെ കബോർഡുകളും ഡ്രോസും ഒക്കെ ചെയ്ത് നല്ലൊരു സ്പേസ് ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാനോ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം. അവിടെ 2 വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് റൂഫും സൈഡും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് തന്നെയാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിംഗിനായിട്ട് കിട്ടുന്നത്. ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ 4 വിൻഡോസ് അവിടെ കാണാം. TV യൂണിറ്റിന്റെ ഒക്കെ ആ ഒരു സ്പേസ് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ട സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും TV യൂണിറ്റ് വരുന്നത്. താഴെ ഡ്രോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും ഒരു ഭംഗിയും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു വീടാണെന്ന് തന്നെ പറയാവുന്നതാണ്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ യാതൊരു അനാവശ്യ വർക്കുകളും ചെയ്യാതെ LED സ്ട്രിപ്പുകൾ മാത്രം ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ടുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ലൊരു സ്പേസ് തന്നെ ബാൽക്കണിക്കും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്നതാണ്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നിങ്ങൾക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ചാണ് ഇവിടെ കിട്ടുന്നത്. വിൻഡോസ് 2 ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ കുറച്ച് ചെറുതായിട്ട് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഭംഗിയായിട്ടാണെങ്കിലും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിനുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 12-11 ഫീറ്റിലുള്ള ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. നേരെ വരുന്ന സമയത്ത് 4 വിൻഡോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് LED സ്ട്രിപ്പുകളാണ്. ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വിൻഡോ അവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. വാർഡ്രോബുകൾക്കും ഡ്രസ്സിംഗ് ടേബിളിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് ഗ്ലോസി ആയിട്ടുള്ള ഗ്രേ കളർ ടൈലാണ്. മൂന്നാമത്തെ ബാത്റൂമും നല്ല സൗകര്യം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു ക്യൂട്ടായ വീട് നിങ്ങൾ കണ്ടു. ഈ ഒരു വീടിന്റെ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു വീട് നഷ്ടപ്പെടുത്തരുത്. കാരണം നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കളക്ടറേറ്റ് 3.2, ഇൻഫോ പാർക്ക് 3.7, എടപ്പള്ളി, ആലുവ, കളമശ്ശേരി, വെണ്ണല എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇതും വരുന്നത്. 2 വീടുകൾ ഇവിടെ സെയിലിനായിട്ട് വരുന്നുണ്ട്. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് 3 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ വെൽ വാട്ടർ ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 1,10,00,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 1.10 CR എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും വൈകണ്ട കേട്ടോ. ഇതുപോലുള്ള ലൊക്കേഷനുകൾ വീടുകൾ നിങ്ങൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു ചാൻസ് നിങ്ങളുടേതാവട്ടെ. സ്ക്രീനിൽ നമ്പറുകളുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഫോൺ പിക്ക് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറുകളിൽ ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് നഷ്ടമാവില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.